ലാൽ സലാം സഖാവെ, സമരമുന്നണി പോരാളിയും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കരുത്തുറ്റ നേതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. 1923 അദ്ദേഹം ജനിച്ചത്. ഇന്ന് ജൂലൈ 21 അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ 20ാമത് മുഖ്യമന്ത്രി പദവി നേടിയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും ജനങ്ങളിലെ പ്രശ്നങ്ങളിൽ, പൊതുപ്രശ്നങ്ങളിലും അദ്ദേഹം മികവ് പുലർത്തിയിരുന്ന ഒരു നേതാവുമായിരുന്നു. പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നവും അതുപോലെ തന്നെ മയൂരിലെ ചന്ദന കൊള്ളയും അതിനൊക്കെ കരുത്തുറ്റ, അതിനെ മുന്നണിയിൽ നിന്ന ഒരു പാർട്ടി നേതാവും കൂടിയാണ് നമ്മുടെ വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹം ഇന്ന് നമ്മെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ 11ാമത് കേരള നിയമസഭയിലേക്ക് എത്തിയ ഒരു നേതാവും കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന, അവരുടെ ആനുകൂല്യങ്ങൾ നേടിക്കൊടുത്ത ഒരു സഖാവും കൂടിയായിരുന്നു നമ്മുടെ വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വാക്കുകളില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച ഒരു നേതാവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവും കൂടിയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. വി.എസ്. അച്യുതാനന്ദൻ അതുപോലെ തന്നെ നായനാർ, അതുപോലെ തന്നെ EMS ഒക്കെ ഉള്ള സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. മുൻ പാർട്ടി നേതാക്കന്മാർക്ക് അറിയാൻ പറ്റിയിരുന്നു. കാരണം അദ്ദേഹം കരുത്തുറ്റ ഒരു നേതാവും കൂടിയായിരുന്നു നമ്മുടെ വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹം ഇന്ന് നമ്മെ വിട്ട് പിരിഞ്ഞു. അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ദുഃഖം ഉണ്ട്. എങ്കിൽ പോലും 101 വയസ്സാണ് എന്ന് തോന്നുന്നു. എൻ്റെ അറിവിൽ ഞാൻ ഇതിന് മുമ്പ് നോക്കുമ്പോൾ 101 വയസ്സാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത്